സമ്പൽ സമൃദ്ധമായ പ്രകൃതിയുടെ കൊച്ചു രൂപം തന്നെയാണ് വിഷുക്കണി. ഭൂമിയിലെ ഓരോ വസ്തുവും സത്വരജോതമോ ഗുണമുള്ളവയാണ്. കണിയൊരുക്കാൻ സത്വഗുണമുള്ളവയെ പരിഗണിക്കാവൂ. കണി വയ്ക്കുന്നതിനുള്ള ഓട്ടുരുളി, നിലവിളക്ക്, വാൽക്കിണ്ടി എന്നിവ തേച്ച് വൃത്തിയാക്കിയ ശേഷമേ ഉപയോഗിക്കാവൂ. വിഷുവിൻ്റെ തലേന്ന് കുടുംബനാഥയോ മുതിർന്നവരോ വേണം കണിയൊരുക്കാൻ. കണ്ണൻ്റെ വിഗ്രഹത്തിൻ്റെയോ ചിത്രത്തിൻ്റെയോ മുന്നിലാണ് കണിയൊരുക്കേണ്ടത്. അതിൽ വീട്ടുമുറ്റത്തുള്ള പൂക്കൾ കൊണ്ട് മാല കോർത്തിടുന്നത് ഉത്തമമാണ്. പ്രപഞ്ചത്തിൻ്റെ പ്രതീകമായ ഓട്ടുരുളിയിൽ ഉണക്കലരി പകുതിയോളം നിറക്കുക. ആദ്യം സ്വർണ്ണ നിറത്തിലുള്ള കണിവെള്ളരി വെക്കുക. പിന്നീട് ചക്ക, പൊതിച്ച നാളികേരം, മാങ്ങ, കദളിപ്പഴം, നാരങ്ങ, നെല്ലിക്ക എന്നിവ വെക്കുക. ചക്കയും നാളികേരവും ഗണപതിയുടെ ഇഷ്ടഭക്ഷണമാണ്. മാങ്ങ സുബ്രഹ്മണ്യനും കദളിപ്പഴം ഉണ്ണിക്കണ്ണനും പ്രിയങ്കരമാണ്. നാരങ്ങയും നെല്ലിക്കയും ലക്ഷ്മി ദേവി സങ്കല്പത്തിൽ വെക്കുന്നതാണ്. ശ്രീ ഭഗവതിയെ സങ്കല്പിച്ച് ഓട്ടുരുളിയുടെ നടുക്കായി വാൽക്കണ്ണാടി വെക്കുക. അതിൽ സ്വർണ്ണമാല ചാർത്തുക. കണിക്കൊപ്പം സ്വന്തം മുഖവും കണ്ടുണരാൻ കൂടിയാണിത്. ഏറ്റവും പ്രധാനമായ കണിക്കൊന്നപ്പൂക്കൾ വെക്കുക. കണിവെള്ളരി മഹാവിഷ്ണുവിൻ്റെ മുഖമായും കൊന്നപ്പൂക്കൾ കിരീടമായും വാൽക്കണ്ണാടി മനസ്സുമാണെന്നാണ് സങ്കല്പം. ഇതിൻ്റെ തൊട്ടടുത്തായി ഓട്ടുതാലത്തിൽ അലക്കിയ കസവുമുണ്ട്. ഗ്രന്ഥം, കുങ്കുമച്ചെപ്പ്, കൺമഷി, വെറ്റിലയിൽ നാണയത്തുട്ടും പാക്കും വെക്കുക. നവധാന്യങ്ങളും വെക്കുന്നത് നന്ന്. ലക്ഷ്മി ദേവിയുടെ പ്രതീകമാണ് സ്വർണവും നാണയങ്ങളും. ഗ്രന്ഥം സരസ്വതിയെ കുറിക്കുന്നു. കണി കണ്ട ശേഷം നവധാന്യങ്ങൾ വിതയ്ക്കുന്ന പതിവും ചിലയിടങ്ങളിൽ ഇപ്പോഴുമുണ്ട്. പീഠത്തിൽ നിലവിളക്ക് വെച്ച് എണ്ണയൊഴിച്ച് 5 തിരിയിട്ട് വെക്കുക. മുന്നിലായി സാമ്പ്രാണി, ഓട്ടുകിണ്ടിയിൽ ശുദ്ധജലം, പൂക്കൾ, കൊടിവിളക്ക് എന്നിവ പിറ്റേന്നേക്കായി ഒരുക്കി വെക്കുക. ദീപപ്രഭം മൂലമുള്ള നിഴൽ കൃഷ്ണവിഗ്രഹത്തിൽ പതിക്കാത്ത രീതിയിലാണ് വിളക്കിൻ്റെ സ്ഥാനം. വിഷുദിനത്തിൽ നിലവിളക്കിൻ്റെ സ്വർണ്ണ വെളിച്ചത്തിൽ ഉണ്ണിക്കണ്ണനെയും ധനവും ധാന്യങ്ങളും ഫലങ്ങളും കണി കണ്ടുണരുമ്പോൾ ഐശ്വര്യപൂർണമായ ജീവിത കാലഘട്ടമാണ് നാം ഓരോരുത്തർക്കും ലഭിക്കുക.